നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 733 733. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 733. ലീലാകാന്ഡം കഴിഞ്ഞു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ ഉപാസനാകാന്ഡം. അതിൽ 5-ാമത്തെ സർഗം മായാനിരൂപണം. അതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ 19-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. അതെന്തായിരുന്നു? സുഖ ആഭാസാൻ പലതും കണ്ടു തെറ്റിദ്ധരിച്ചവൻ. സുഖമാണ് എന്ന് വിചാരിച്ച പല ആഭാസങ്ങളും ചെയ്തുകൊണ്ട് തെറ്റിദ്ധരിച്ച് അതാതിൻ ഫലം ഉണ്ടും കൊണ്ട് അതാതിൽ തന്നെ വാഴുകയാം. സാധാരണക്കാരൻ മായയിൽ കുടുങ്ങി അങ്ങനെ ഉണ്ടാവും. അതാണ് പറഞ്ഞത്. ഇനി 20-ാമത്തെ ശ്ലോകം. ദേവാസുര മനുഷ്യാദി ശരീരങ്ങളിലൊക്കെയും ജന്മമൃത്യുജരാവ്യാധി ദുഃഖങ്ങളിൽ നിമഗ്നനായി. ശ്രദ്ധിക്കണം. ദേവ അസുര മനുഷ്യ. ദേവന്മാർക്കും മരണമുണ്ട്, അല്ലെങ്കിൽ റീബർത്ത് ഉണ്ട് എന്നർത്ഥം. ദേവത്വം പ്രാപിക്കുന്നത് ആരാ? മനുഷ്യന്മാർ തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസുരന്മാരാവുന്നത് മനുഷ്യന്മാരാണ്. അതുകൊണ്ടാണ് ദേവാസുര മനുഷ്യാദി ശരീരങ്ങളിലൊക്കെയും ജന്മമൃത്യു ജരാവ്യാധി ദുഃഖങ്ങളിൽ നിമഗ്നനായി പ്രകൃതിക്ക് അടിമപ്പെടരുത്. അതുകൊണ്ടാണ് പ്രകൃതി മിഥ്യയാണ് എന്ന് പറയും. ജഗത് മിഥ്യ എന്ന് പറഞ്ഞാൽ അത് ഏതർത്ഥത്തിലാണ് പറഞ്ഞത്? ഈശ്വരൻ രചിച്ചതാണ് പ്രകൃതിയെ. അതിൽ അതാണ് ഈശ്വരനിൽ താല്പര്യം ഉണ്ടാവണം. ഈശ്വരൻ സൃഷ്ടിച്ചതിൽ താല്പര്യം ഉണ്ടാവരുത്. പ്രമോഷയോ? അപ്പോൾ പ്രകൃതിക്കടിമപ്പെട്ടു മഹാപ്രളയമാം വരെ മാഴും സത്സംഗ സൗഭാഗ്യമണവോളം നൃപോത്തമ. സത്സംഗ സൗഭാഗ്യമണവോളം, അതായത് മഹാപ്രളയം വരെ മാഴുകും സത്സംഗ സൗഭാഗ്യമണവോളം നൃപോത്തമ. സത്സംഗം കിട്ടിയാൽ പ്രകൃതിക്ക് അടിമപ്പെടില്ല. പ്രകൃതിയുടെ നീന്താവായിരിക്കുന്ന ശ്രീഹരിയുടെ പാതാരവിന്ദത്തിലായിരിക്കും രതി. വളരെ സിമ്പിൾ. ബട്ട് നോബഡി കെയർസ്. ഇതിൻ്റെ ചാരിതാർത്ഥ്യം അനുഭവിക്കാൻ കൊടുത്തു വയ്ക്കാത്തത് കാരണമാണ് ഇതിൽ താല്പര്യം തോന്നാത്തത്. പ്രൊഫഷയിലെ ആദ്യന്തഹീനനും കാലാത്മാവുമാം ജഗദീശ്വരൻ. ആരാണ് ജഗദീശ്വരൻ? ആദ്യന്തഹീനനും, തുടക്കമില്ല അവസാനമില്ല, എവർ എക്സിസ്റ്റിംഗ്. കാലാത്മാവും കാലമാകുന്ന ആത്മാവ്. കാലാത്മാവും ജഗദീശ്വരൻ. വ്യക്ത അവ്യക്തങ്ങൾ ആകാശമഹദാദികൾ ആവിധം. വ്യക്തവും അവ്യക്തവുമായിരിക്കുന്ന ആകാശാദി മഹദാദികൾ ആവിധം. നാമരൂപാദിയാം സ്ഥൂലം. പേര് വേണമെങ്കിൽ ഒരു സ്ഥൂല ദേഹം വേണം, സ്ഥൂല വസ്തു വേണം. ഭഗവാൻ നാമരൂപ വിവർജിത. ഭഗവാന് നാമവുമില്ല, രൂപവുമില്ല. പിന്നെ ഈ കൃഷ്ണനും രാമനോ എന്ന് ചോദിക്കും നിങ്ങൾ. അത് ഭഗവാൻ മായയെ ഉപോത്ബലകമായി അവതാരത്തെ സ്വീകരിക്കണു. എന്തിന്? സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ, ദുഷ്ടജനങ്ങളെ ശിക്ഷിക്കാൻ. അത് കഴിഞ്ഞ് അവതാരം കഴിഞ്ഞു. അപ്പോൾ ഈ അവതാരം നടക്കുമ്പോഴും ആസിറ്റീസ് വൈകുണ്ഠത്തിൽ ആരുണ്ട്? ശ്രീഹരി ഉണ്ട്.
അതാണ് നാമരൂപാദിയാം സ്ഥൂലം സൂക്ഷ്മാവസ്ഥയിലേക്കു താൻ മറച്ചിടുന്നു തന്നെ താൻ മഹാപ്രളയവേളയിൽ. മഹാപ്രളയം ഉണ്ടാകുമ്പോൾ സ്ഥൂലദേഹം വിട്ട് സൂക്ഷ്മമായിട്ട് മാറുന്നു. നൂറ്റാണ്ട് മഴയില്ലാഞ്ഞ ഭൂമിയാകെ വരണ്ടുപോം. നൂറ്റാണ്ട് മഴയില്ലാഞ്ഞു ഭൂമിയാകെ വരണ്ടുപോം. അത്യുഗ്രമായ ചൂടേറ്റു ദഹിക്കും 3 ലോകവും. അപ്പോൾ സ്വർഗലോകമൊന്നും വേണ്ട, സ്വർഗലോകമൊക്കെ കത്തിച്ചാമ്പലാവും, ഭൂമിയും പാതാളവും ഒക്കെ. അതുകൊണ്ട് പാതാളം തൊട്ടുയർന്നീടും സംഘർഷണമുഖാനലൻ. സംഘർഷണൻ ആദിശേഷ പെരുമാളിൻ്റെ മുഖത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ചൂട് ഭൂമിനെ ഒന്നും അല്ലാതെ ഉണ്ടാക്കും. മുകളിൽ നിന്ന് സൂര്യനും. കഴിഞ്ഞില്ലേ കാര്യം? പാതാളം തൊട്ടുയർന്നേടും സംഘർഷണമുഖാനലൻ. കൊടുങ്കാറ്റേറ്റുടൻ കത്തിപ്പടരും പാർമുഴം ഒക്കെയും. ലോകം മുഴുവൻ കൊടുങ്കാറ്റടിച്ചിട്ട് ഈ തീയെ കത്തും. മഹാപ്രളയമേഘങ്ങൾ വർഷിക്കും 100 വത്സരം. അപ്പോൾ 100 വത്സരം അഗ്നി കൊണ്ട് ചാമ്പലായതിനെ 100 വത്സരം പ്രളയം കൊണ്ട് തണുപ്പിക്കും. മഹാപ്രളയമേഘങ്ങൾ വർഷിക്കും 100 വത്സരം. തുമ്പിക്കൈ പോലെ വണ്ണത്തിൽ മുങ്ങും ബ്രഹ്മാണ്ടമൊക്കെയും. ഒന്നും കാണില്ല, ആകാശം മാത്രമേ ഉണ്ടാവുള്ളൂ. ഉപാധിയിലയന്മാർ നീ മട്ടതിൽ മിന്നും വിരാൾപുമാൻ. ഉപാധി ലയം ആർന്ന് അതിൽ മിന്നും വിരാൾപുമാൻ. വിരാട് ശരീരം അവ്യക്തം പോകിടും വന്നി വിറകറ്റീടിൽ മാതിരി. വിറകറ്റീടിൽ വിറകിനെ അഗ്നി ഗ്രഹിച്ചാൽ പിന്നെ എന്താ ഉണ്ടാവുക? ഒരു പിടി ചാരം. അതേപോലെയാവും. ഭൂമിയോ വെള്ളമായി തീരും ഗന്ധം കാറ്റും വിലക്കയാൽ. ഭൂമിയോ വെള്ളമായി തീരും ഗന്ധം കാറ്റു വിലക്കയാൽ. കാറ്റിൽ തന്നെ രസം വറ്റി വെള്ളം തേജസ്സുമായി വരും. അതായത് ഭൂമി ജലത്തിൽ ലയിക്കും, ജലം തീയിൽ ലയിക്കും, തീയെ കാറ്റിൽ ലയിക്കും, കാറ്റ് ആകാശത്തിൽ ലയിക്കും. തേജസ്സു കാറ്റിൽ തങ്ങിയിടും രൂപം വിട്ട് ഇരുൾ വായ്ക്കയാൽ. സ്പർശം തീരെ അകന്ന് ഈ മട്ട് ആകാശത്തിൽ വായുവും. കാലം ശബ്ദത്തെയും താമസാഹങ്കാരകൃതിയിലായതും. അപ്പോൾ ആകാശത്തിലുള്ള ശബ്ദവും ഇല്ലാണ്ടാവും. ഭൂതേന്ദ്രിയ മനോബുദ്ധി ദേവന്മാരൊത്തഹങ്കൃതി. ഭൂതേന്ദ്രിയ മനോബുദ്ധി ദേവന്മാരൊത്ത അഹങ്കൃതി. മഹാനിലും പ്രകൃതിയിലും അതു എന്നോർത്തുകൊള്ളണം. മഹാനിലും എത്ര വലിയ ആളാണെങ്കിലും ശരി, പ്രകൃതിയിൽ അതും എന്നോർത്തുകൊള്ളണം. ഈ മട്ട് ആത്മാവിൽ ആത്മാവല്ലാതെ മറ്റൊന്നിനെ സ്വയം കാൺകയാൽ ഉളവാം വീണ്ടും വീണ്ടും 100,000 ഭയം. തൂണിൽ പിശാചും ഗുഹയിൽ പ്രതിധ്വനിയുമാവിധം. ഗുഹയിൽ പ്രതിധ്വനി ഉണ്ടായാൽ പേടിക്കും. തൂണിൽ പിശാച് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പേടിക്കും. മഹാനിലും പ്രകൃതിയിലും അതുമെന്നോർത്തുകൊള്ളണം. ഈ മട്ട് ആത്മാവിൽ ആത്മാവല്ലാതെ മറ്റൊന്നിനെ സ്വയം കാൺകയാൽ ഉളവാം. ആത്മാവിനെ സ്വയം കാണില്ല, അത് പല പല രൂപഭേദങ്ങൾക്ക് കാരണമാകണം. വീണ്ടും വീണ്ടും 100,000 ഭയം. തൂണിൽ പിശാചും ഗുഹയിൽ പ്രതിധ്വനിയും ആവിധം. വെള്ളത്തിൽ നിഴലും കണ്ടുപേടിക്കില്ല അത് അറിഞ്ഞവൻ. ബുദ്ധിയുള്ളവൻ വെള്ളത്തിൽ നിഴൽ കണ്ട് പതറില്ല. ഞാനൊക്കെ പഠിക്കാൻ മോശമായിരുന്നു, അത് പോട്ടെ. നായ ഒരു എല്ലും കഷ്ണമായിട്ട് ഒരു വിലങ്ങുതടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പോവുകയാണ്, താഴത്തെ വെള്ളം. അപ്പോൾ തൻ്റെ പ്രതിരൂപം കണ്ടു. ഞാനിവിടെ ഉള്ള ഒരാൾ എൻ്റെ ഏരിയയിൽ വേറൊരു നായ എങ്ങനെയാണ് എല്ലും കഷ്ണമായിട്ട് ഭാവോ പറഞ്ഞു, ആ കിടക്കണു എല്ലും കഷ്ണം പോയി. അതേമാതിരിയാണ് നമ്മുടെ അടുത്ത് പരിപാടികൾ.
മായയിൽ കുടുങ്ങി കയ്യിലുള്ളതൊക്കെ നശിക്കും. പറഞ്ഞ ഭാഷയില്ലേ, കാൺകയാലുളവാം വീണ്ടും വീണ്ടും 100,000 ഭയം, തൂണിൽ പിശാചും ഗുഹയിൽ പ്രതിധ്വനിയുമാവിധം. വെള്ളത്തിൽ നിഴലും കണ്ടു പേടിക്കില്ല അതറിഞ്ഞവൻ, എന്നാൽ വെറും ശൂന്യമല്ല അത് അറിവിന്നടമാകയാൽ. ശൂന്യമല്ല, എന്നാൽ വെറും ശൂന്യമല്ല അത് അറിവിന്നിടമാകയാൽ. അബ്രഹ്മാത്മക ആണെന്ന്, അബ്രഹ്മാത്മകം ബ്രഹ്മല്ല എന്നർത്ഥം, നിഴല് ആണെന്നാണരുളി ചെയ്വു സൂര്യകൾ. എങ്കിലും വിശ്വസൃഷ്ട്യാദിഹേതുവാം മായ മന്നിതിൽ അചിന്ത്യ ഭഗവത് ശക്തി തന്നെയാം മിഥിലേശ്വര. നേമി ചക്രവർത്തി മിഥിലയിലാണ്, അദ്ദേഹത്തിനോടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അചിന്ത്യ ഭഗവത് ശക്തി, ചിന്തിക്കാൻ പറ്റാത്ത ഭഗവത് ശക്തി തന്നെയാം മിഥിലേശ്വര. ആകയാൽ ഉര ചെയ്തേൻ ഞാൻ ഒട്ടു കേൾക്കേണ്ടതെന്തിനി. ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ താൻ ആഗ്രഹിച്ചതൊക്കെ പറഞ്ഞു. ഇനി വലുതുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറയാം. ചോദിച്ചാൻ മുനിമാർ മുമ്പിൽ തൊഴുതും കൊണ്ടുമെല്ലവേ. മുകുന്ദചരണാം ഭോജമധുപായിതനാം നിമി ചക്രവർത്തി വീണ്ടും ചോദിച്ചു. അവിടെ ചില എന്താണ് പറയുക, അഡ്ജക്റ്റീവ്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ചോദിച്ചാൻ മുനിമാർ മുമ്പിൽ തൊഴുതും കൊണ്ടുമെല്ലവേ. മുകുന്ദചരണാം ഭോജമധുപായിതനാം നിമി. ഭഗവാന്റെ തിരുവാദപത്മമാകുന്ന താമരയിലെ മധു ഉണ്ണുന്ന വണ്ടിനെ പോലെ എന്നൊക്കെ അർത്ഥം പറയാം. അശുദ്ധ വിഷയം തേടി അലഞ്ഞോടും മനസ്സിനെ. ഈ മനസ്സിൻ്റെ കുഴപ്പമെന്താ? അശുദ്ധ വിഷയം തേടി, ശുദ്ധമല്ലാത്തതിനെ തേടും. അശുദ്ധ വിഷയം തേടി അലഞ്ഞോടും മനസ്സിനെ. മടിവിട്ട് എത്രയോ കാലം സ്വധർമാചരണങ്ങളാൽ നീണ്ട കാലം സ്വധർമ്മം ആചരിച്ചാൽ പിടിവള്ളി കിട്ടും. ഈശ്വര സേവ മാത്രം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതാണ് അർത്ഥം. ഈശ്വരനെ സേവിക്കുക, അതിന് പ്രീതികരമായിട്ട് ജീവിച്ചാൽ മതിയേ. കാണുന്ന ജീവാത്മാക്കളേനൊക്കെ നമിക്കുക, അവർക്ക് വേണ്ട സേവ ചെയ്യുക. കിളികൾക്ക് വെള്ളം കൊടുക്കുക, കാക്കകൾക്ക് ആഹാരം കൊടുക്കുക, ജീവജാലങ്ങൾക്ക് വലിയ കാര്യമാണ്. പരമർശമുണ്ടോ? അതിനൊക്കെ സമയം കാണണം. ജയിച്ചതീരർക്കല്ലാതെ മായയെ സന്തരിക്കുവാൻ. ധീരന്മാർക്കാണ് മായയെ ജയിക്കാൻ പറ്റുള്ളൂ. ധീരത്വം. ആ ജയിച്ച ധീരർക്കല്ലാതെ മായയെ മായയെ ജയിക്കാൻ ധീരന്മാർക്കേ പറ്റുള്ളൂ എന്ന്. കാണപ്പെടുന്ന ലൗകിക അവസ്ഥകളെ തിരസ്കരിച്ച് ഭഗവത് പാതാരവിന്ദത്തിൽ അഭയം പ്രാപിച്ച ശുദ്ധാത്മാക്കളാണ് ധീരന്മാർ. പറഞ്ഞുണ്ടോ? സാമാന്യർക്കും എളുപ്പത്തിലാവാതെ എങ്ങനെയാം പ്രഭോ. സാധാരണക്കാരുടെ കാര്യം എന്താ ചെയ്യുക? ഒരു ചോദ്യമാണത്. അബദ്ധചരിതങ്ങളാൽ അനുദിനം, അബദ്ധചരിതങ്ങൾ അല്ലേ, ചിലവരുണ്ട് പുരാണങ്ങളെ വൈകൃതമായി കാണിക്കും, ചൂട് അപ്പം പോലെ വിറ്റഴിയും. അതാണ് ശരിയെന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ആളാണെങ്കിലും ഞാൻ ഈ നോവലും ചെറുകഥയൊന്നും വായിക്കാറില്ല. പക്ഷേ രാമായണവും ഭാഗവതും ഭാരതം ഞാൻ ധാരാളം വായിക്കും. കാരണം അതിനെ കോമ്പീറ്റ് ചെയ്യാൻ, അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു എഴുത്തുകാരനും പറ്റില്ല. അതാണ് സത്യം. ആ സത്യത്തെ നമ്മൾ മുറുകെ പിടിച്ചാൽ മതി. പറഞ്ഞോ? അപ്പോൾ ഈ മഹാഭാരതത്തിലുള്ളത് വേറൊരാൾക്ക് ആലോചിക്കാം. നോക്കൂ, ഈ പുരാണങ്ങളിലില്ലാത്ത കാര്യം ഏതൊരാളാണ് എന്താ എഴുതിയിട്ടുള്ളത്? ഒന്ന് ചകഞ്ഞ് നോക്കൂ. അപ്പോൾ അബദ്ധചരിതങ്ങളാൽ അനുദിനം നശിപ്പോറുകൾ തൻ നിഷിദ്ധഗതി നീക്കി നിന്നിവരിലമ്പിയെന്നെത്രയും. നിഷിദ്ധഗതി, നിഷേധിച്ച ഗതി വഴി കൂടെ പോകരുത്. നോ എൻട്രി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറയരുത്. അപ്പോൾ നിഷിദ്ധഗതി നീക്കി നിന്ന്
ഇവരിൽ അമ്പിയന്നത്രയും സ്നേഹത്തോടുകൂടി വിശുദ്ധ ഹരിഭക്തി ഉൾത്തളിരിൽ, വിശുദ്ധ ഹരിഭക്തി ഉൾത്തളിരിൽ. ബാഹ്യമായിട്ടുള്ള ഭക്തിയൊക്കെ അബദ്ധങ്ങളാണ്. ആടിനെ വിട്ടുക, പോത്തിനെ വിട്ടുക, കോഴീനെ വിട്ടുക അബദ്ധജടിലങ്ങളാണ്. അതിലിപ്പോൾ ഈ ദീപസ്തംഭം തെളിയിക്കലും പിന്നെ ലക്ഷം ദീപമൊക്കെ വരും കേട്ടോ. ഇനി അതും വേണമല്ലോ പറയുക. കാരണം നിഷിദ്ധഗതി നീക്കി നിന്നവരിൽ അമ്പിയൻ എത്രയും വിശുദ്ധഗരി ഭക്തി ഉൾത്തളിരിലേറ്റുവാൻ വെമ്പിടും പ്രബുദ്ധ മുനി. പ്രബുദ്ധൻ എന്നുള്ള മുനി ചൊല്ലിനാൻ അമൃതവൃഷ്ടി പെയ്യും വിധം, അമൃതം പെയ്യുന്ന പോലെ പറയാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഇത് 9-ൽ 4-ാമത്തെ ആളാണ്. അതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് തിരയാം. പറഞ്ഞ മനസ്സിലായി. ഈ പ്രബുദ്ധൻ 4-ാമത്തെ ആളാണ് ഇവിടെ പറയണത്. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ പഞ്ചമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 6-ാം സർഗം മായാതരണോപായം, മായയെ തരണം ചെയ്യാനുള്ള ഉപായങ്ങളാണ് പറഞ്ഞത്. ഒക്കെ ഉണ്ട് ഇതിൽ, ആർക്കും വേണ്ട. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ നിയോഗത. 1-ാം ശ്ലോകം മായാകാര്യമകറ്റിടാൻ ഭക്തിയല്ലാതെ മന്നിതിൽ ആമട്ടുപായം മറ്റൊന്നും കാൺമീല മിഥിലാധിപ. മായയെ വെല്ലാൻ ഭക്തിയല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ ഭക്തി മാത്രം പോരാ, ആ ഭക്തിയുടെ ഗ്രേഡ് നിശ്ചയിക്കണം. സംശുദ്ധ ഭക്തി എന്ന്, ഡിവൈനായിരിക്കണം ഭക്തി. അവിടെ ഞാൻ ഓം എഴുതി വയ്ക്കാം, വേണ്ടപ്പെട്ടവർക്ക് മനസ്സിലായിക്കോട്ടെ. മായാകാര്യമകറ്റിടാൻ ഭക്തിയല്ലാതെ മന്നിതിൽ ആമട്ടുപായം മറ്റൊന്നും കാൺമീലാമിഥിലാധിപാം. അടുത്തത് ആകയാൽ ഇനിയും ചുറ്റു വിസ്തരിച്ചുര ചെയ്തിടാം. കുറച്ചുകൂടി വിസ്തരിച്ച് പറയാം എന്നാ പറഞ്ഞത്. ആകയാൽ ഇനിയും ചുറ്റു വിസ്തരിച്ചുര ചെയ്തിടാം ഭക്തിയെപ്പറ്റിയും അതിൻ പല സാധന രീതിയും. ഭക്തിക്ക് പലതരത്തിലുള്ള സാധനകൾ പറയുന്നുണ്ട്. കേൾക്കൂ സുഖം നേടുവാനും. നിങ്ങൾക്ക് സുഖം വേണ്ടേ? ഞാൻ തരാം. കേൾക്കൂ സുഖം നേടുവാനും ദുഃഖം നീക്കിയിടുവാനും. ഇത് രണ്ടും ഒപ്പം നിൽക്കില്ല. ദുഃഖം നീങ്ങണമെങ്കിൽ സുഖം വേണം. പിന്നെ സുഖത്തിനെ മാറ്റാൻ ദുഃഖം ആചരിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കേൾക്കൂ സുഖം നേടുവാനും ദുഃഖം നീക്കിയിടുവാനുമാം ജനങ്ങളെ വരും പാരിൽ അവിശ്രാന്ത പരിശ്രമം. വിശ്രമമില്ലാത്ത പരിശ്രമം വേണം. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, പാടില്ല. ഈ പരീക്ഷത്തിന് ശുഗബ്രഹ്മ മഹർഷി ഭാഗവതം ഉപദേശം ചെയ്യുമ്പോൾ ആരും ബോൺവിറ്റെന്നും ആചാര്യന്മാർക്ക് കൊടുത്തു കണ്ടിട്ടില്ല. പിന്നിലൊരു എയർ കൂളർ അതും കണ്ടിട്ടില്ല. ഉച്ചയ്ക്ക് പോയി കടന്നുറങ്ങണമെന്ന് ശുഗബ്രഹ്മ മഹർഷി നിർബന്ധിച്ചിട്ടുമില്ല. ഇതൊക്കെ പ്രശ്നമാണ്. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് ബോൺവിറ്റ അല്ലെങ്കിൽ ചോക്ലേറ്റ് കുട്ടികൾക്ക്, ആചാര്യൻ്റെ കുട്ടികൾക്ക്, അങ്ങനെയൊക്കെ ഉണ്ട്. എന്താ കഥ? അപ്പോൾ ജനങ്ങളെ വരും പാരിൽ അവിശ്രാന്ത പരിശ്രമം ചെയ്വതെന്നെന്നും എങ്ങെങ്ങും ഫലമോ വിപരീതവും. ആൾക്കാർ കൊണ്ടുപിടിച്ച് ഭക്തിപ്രസ്ഥാനങ്ങളിലുണ്ട്. പക്ഷേ ചെയ്വതെന്നെന്നും എങ്ങെങ്ങും ഫലമോ വിപരീതവും. നന്മ വേണം പറഞ്ഞിട്ടാണ് ഓരോന്ന് ചെയ്യണത്. പക്ഷേ അന്തിമ ഫലം വിപരീതമായിട്ട് കാണുന്നു. കാരണം എന്താ? സംശുദ്ധ ഭക്തി ഇല്ലാത്തത് കാരണം, നിഷ്കാമകർമ്മം അല്ലാത്തത് കാരണമാണ് പുലിവാല് പിടിക്കുന്നത്. ആനന്ദരൂപനാം ആത്മാവിങ്കൽ നിന്നകലും വിധം. ആത്മാവ് ആനന്ദം പ്രദാനം ചെയ്യണതാണ്. ഈ ബിംബത്തിൻ്റെ അടുത്ത് പോയി കരഞ്ഞതുകൊണ്ട് ആനന്ദം കിട്ടുമോ? ഇല്ല. തന്നിലുള്ള ആത്മാവിനെ ബഹുമാനിക്കാൻ സാധിക്കണം. അതെങ്ങനെയാണ്?
ഗുരുനാഥനെ സേവ ചെയ്യണം. ആരാ ഗുരുനാഥൻ? LKGയിൽ പഠിപ്പിച്ച മാഷല്ല, സ്കൂളിൽ പഠിപ്പിച്ചവരെന്നല്ല എന്നാണ് പറഞ്ഞത്. പരാഭക്തി, മായയെ നിരാകരിക്കാനുള്ള ആത്മവിദ്യ ആര് പഠിപ്പിച്ചു? അവരാണ് ഗുരുനാഥന്മാർ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് വേണ്ടിയിട്ട് അല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. PhD ഗൈഡ് ചെയ്ത ആളും ഗുരുനാഥനല്ല. പിന്നെയോ ഹരിശ്രീ എഴുതിയ ആൾ ഗുരുനാഥനാണ്. കാരണം എന്താ? അത് ആ തലം വേറെയാണ്. പക്ഷെ അവരെ പോയി തേടി പിടിച്ച് നമ്മളൊന്നും കൊടുക്കണമില്ല. ഒന്നാമത് ഭാഗവതം പഠിപ്പിക്കണവരെ ഗുരുനാഥന്മാരാണ്. പക്ഷെ ഭാഗവതം പഠിക്കാൻ ആൾക്കാരില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വായിക്കാൻ പഠിക്കലല്ല. അപ്പോൾ ആനന്ദരൂപനാമാത്മാവിങ്കൽ നിന്നകലും വിധം നശിപ്പതും തുഷ്ടവുമാം ഓരോന്നിൽ പിന്നിലാം ജനം. ആൾക്കാരെല്ലാം പിന്നിലാന്നാണ് പറഞ്ഞത്. എന്താ കാരണം? ആനന്ദരൂപനാമാത്മാവിങ്കൽ നിന്ന് അകലും വിധം നശിപ്പതും, സ്വയം നശിക്കുകയാണ്. തുച്ഛവുമാം ഓരോന്നിൽ പിന്നിലാം ജനം അലഞ്ഞൂടുപതാമട്ടിലല്ലാതാകുവതെങ്ങിനെ. ഏറുകൊണ്ട പന്നീനെ പോലെ തെക്കോട്ടും വടക്കോട്ടും നടക്കാമെന്നല്ലാണ്ട് ധ്യാനിക്കാൻ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് തൻ്റെ ആത്മാവിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി അറിയുന്ന എത്ര ആൾക്കാരുണ്ട്? അതെന്തോ ഒരു അലർജി ആൾക്കാർക്ക്. എന്തിനാ അതൊക്കെ? അതുകൊണ്ടായില്ല. പരമ്പുമാനെ ഓർത്തും കൊണ്ടതിൽ പകുതിയെങ്കിലും പരിശ്രമിക്കുകിൽ അവൻ പരമാനന്ദമഗ്നനാം. അതായത് ലൗകിക നേട്ടങ്ങളിൽ ചെലവഴിക്കുന്ന സമയത്തിൻ്റെ പകുതി ആധ്യാത്മികത്തിൽ ചെലവഴിച്ചാൽ പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം അനുഭവിക്കാം എന്നർത്ഥം. 7 ദിവസത്തിൽ 1 മണിക്കൂർ നാരായണീയം പഠിച്ചതുകൊണ്ടായില്ല, അല്ലെങ്കിൽ ഭാഗവതം പഠിച്ചുകൊണ്ടായില്ല. ദിവസത്തിൽ ഒരു 7-8 മണിക്കൂർ വീതം പഠിക്കൂ, ചേഞ്ച് ഉണ്ടാവും. ചേഞ്ച് വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഗ്രന്ഥം മടക്കി വയ്ക്കും. ഞാൻ പറയണ പോലെ നിങ്ങൾ ചെയ്യാൻ താല്പര്യം വേണം. പറഞ്ഞ അപ്പോൾ പരമ്പുമാനെയോർത്തും കൊണ്ടതിൽ പകുതിയെങ്കിലും ലൗകിക നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നതിൻ്റെ പരിശ്രമത്തിൻ്റെ പകുതി പരംപുരുഷനെ ഉള്ളിൽ ഓർത്തുകൊണ്ട്, അല്ലാണ്ട് വിഗ്രഹാരാധനയിൽ പോയിട്ട് പാട്ടുപാടി കളിയല്ല, തിരുവാതിരക്കളിയല്ല. ആർക്കാ തിരുവാതിരക്കളി? പറയൂ. തിരുവാതിരക്കളി എന്നല്ല, ഏതൊരു കളി. ആര് താമ്പ കൊട്ടിയാലും അവരവർ ആ കാശ് കൊടുത്ത ആൾക്കാരുടെ ഗ്രൂപ്പ് തുള്ളിച്ചാടും. അത് കഴിഞ്ഞാൽ ആൾ മാറിയാൽ ആൾക്കാർ മാറി. ഇതല്ല സ്ഥിതി. എത്ര ഭഗവാന്മാരെയാണ് ആനകൾ തള്ളിയിടുന്നത് തടമ്പ് എനിക്കറിയില്ല. അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. സാധുക്കൾക്കൊന്നും കൊടുക്കില്ല. ഒരു നേരത്തെ ആഹാരം വിശക്കണവന് കൊടുക്കില്ല. ലക്ഷക്കണക്കിന് ആനയ്ക്ക് ഏക്കം കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. 10 ലക്ഷം, 15 ലക്ഷം. 15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ഗ്രാമക്ഷേത്രത്തിൽ ഒരു കൊല്ലം മുഴുവൻ അന്നദാനം ചെയ്യാനുള്ള സംവിധാനമായി. ഈ ആനയ്ക്കും മേളത്തിൻ്റെ കാര്യം ഞാൻ പറയണില്ല, കാരണം അത് ഒരുപാട് ആൾക്കാരുടെ അന്നത്തിൻ്റെ കാര്യമാണ്. ആനയ്ക്കും മരുന്നുമണിക്കും ചിലവാക്കണ പണം ഉണ്ടെങ്കിൽ എത്രയോ ആൾക്കാരുടെ പഠിപ്പ് നടത്താം, എത്രയോ ആൾക്കാരുടെ വിവാഹങ്ങൾ നടത്താം, എത്രയോ മതപഠനശാലകൾ നടത്താം. ആരും ട്രൈ ചെയ്യാൻ മുതിരില്ല. അതാണ് എൻ്റെ സത്യം. അപ്പോൾ പരമ്പുമാനെ ഓർത്തും കൊണ്ടതിൽ പകുതിയെങ്കിലും പരിശ്രമിക്കുകിൽ അവൻ പരമാനന്ദമഗ്നനാം. പരമാനന്ദത്തിൽ മുങ്ങിത്താഴാം എന്നാണ് പറഞ്ഞത്. പേരും പ്രതാപവും മറ്റും ഉയർത്തിയിടേണ്ടും ഉദ്യമം. സ്വന്തം പേരും പദവിയും പേരും പ്രതാപവും മറ്റും ഉയർത്തിയിടേണ്ടും ഉദ്യമം. കുടുംബപോഷണം തുച്ഛം, ഗൃഹനിർമ്മാണം ഈ വിധം.
വീട് പണിയെടുക്കുക. ഏട്ടൻ താമസിച്ച വീട്ടിൽ ഞാൻ താമസിക്കില്ല, പോരെ. അനിയൻ്റെ ഒപ്പം ഞാൻ താമസിക്കില്ല എന്ന് ഏട്ടനും പറഞ്ഞാൽ അച്ഛനമ്മമാർ എന്ത് ചെയ്യും? പിന്നെ 2 വീടുണ്ടാക്കി കൊടുക്കണം. ഒന്ന് ചെറുതായി ഒന്ന് വലുതായി ലഹളയായി. മനസ്സിലായോ? പേരും പ്രതാപവും മറ്റും ഉയർത്തിടേണ്ടതും ഉദ്യമം, കുടുംബപോഷണം തുച്ഛം, ഗൃഹനിർമ്മാണം ഈ വിധം, ലോകവ്യാപാരമേതേതും ഈ മട്ടല്ലായിരുന്നു. ലോകവ്യാപാരം ഏതേതും ഈ മട്ടല്ലായിരുന്നു ഒരു കാലത്ത്. ഞാൻ ചെയ്യേണ്ടതെന്നോ ഏവർക്കും അവസാനാനുഭൂതികൾ, ഞാൻ ചെയ്യേണ്ടതെന്ന ഏവർക്കും ഏവർക്കും വാസനാനുഭൂതികൾ. ടേസ്റ്റ്, ഓരോരുത്തരുടെയും ടേസ്റ്റ് എന്താ? അത് ധാർമ്മികമാവില്ല, അധാർമികമാവും. അപ്പോൾ ചെയ്യേണ്ടതെന്നാം ഏവർക്കും വാസനാനുഭൂതികൾ ആയതോർത്തുള്ളിൽ വൈരാഗ്യം ഉയർത്തിയിടേണം ആദ്യമായി. ആയത് ഓർത്ത് ഉള്ളിൽ വൈരാഗ്യം, ലൗകികതയോടെ ടാറ്റ പറഞ്ഞാൽ സാധിച്ചാൽ മാത്രമേ ആധ്യാത്മിക പുരോഗതി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആൾക്കാരെന്ത് ചെയ്യും? പുരോഗതി വേണം, ആധ്യാത്മികം വേണ്ട. അങ്ങനെയാണ്. ആയതോർത്ത് ഉള്ളിൽ വൈരാഗ്യം ഉയർത്തിയിടേണം ആദ്യമായി. ഫസ്റ്റ് പ്രിയോറിറ്റി അതാ. വീഴുന്നതിൽ ഉറപ്പിച്ചു വയ്ക്കില്ലൊന്നും വിവേകികൾ. ബുദ്ധിയുള്ളവർ വില കൂടിയ സാധനങ്ങൾ ഉറപ്പുള്ള സ്ഥലത്തേ വയ്ക്കുള്ളൂ, ഇളകിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വയ്ക്കില്ല എന്നർത്ഥം. ആയതോർത്ത് ഉള്ളിൽ വൈരാഗ്യം ഉയർത്തിയിടേണം ആദ്യമായി. വീഴുന്നതിൽ ഉറപ്പിച്ചു വയ്ക്കില്ലൊന്നും വിവേകികൾ. എന്നിട്ടോ ഈശ്വരൻ മാത്രമാം സത്യം. ആ ഈശ്വരൻ നിരാകരണമാണ് എന്നുള്ളത് അറിഞ്ഞാലല്ലേ ബലമുള്ളൂ. വെങ്കടാചലപതിയുടെ സ്വർണ്ണപ്രതിമ ഉണ്ടാക്കിയതുകൊണ്ട് അനുഗ്രഹം കൂടുമോ? ഇല്ല. ശ്രീകൃഷ്ണനായാലും ശരി, ശിവനാണെങ്കിലും ശരി, കൊടിമരം സ്വർണം പൂശിയത് കൊണ്ട് ആർക്കനുഗ്രഹം? വ്യാപാരികൾക്ക്. അതല്ല സത്യം. ഈശ്വരൻ മാത്രം സത്യം, മറ്റു സർവം അശാശ്വതം. ഈശ്വരനല്ലാണ്ട് ബാക്കിയുള്ളതൊക്കെ അശാശ്വതമാണ്, ശാശ്വതമല്ല എന്നാ ഇത് പറഞ്ഞാൽ തെറ്റി. പട്ടാമ്പിയോട് എത്ര ആൾക്കാർ ദേഷ്യം അറിയില്ല. പട്ടാമ്പി കാശ് കിട്ടുന്ന കാര്യം വല്ലതും നോക്കിക്കൂടെ? എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് ചോദിക്കുക ആൾക്കാർ? ഞാൻ പറഞ്ഞതല്ല, ഇവിടെ എഴുതി വെച്ചതാ പറഞ്ഞത്. ഞാനിതിൽ സന്തോഷിക്കുന്നു, അതുകൊണ്ടാണ്. ഒന്നും വിചാരിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. ഈശ്വരൻ മാത്രമാം സത്യം, മറ്റു സർവം അശാശ്വതം. ഈ ബോധം ഉളവായെങ്കിൽ തന്നെ മർത്യന് ഭാഗ്യമായി. ഭാഗ്യം ആവുക എപ്പോഴാ? ഈശ്വരൻ മാത്രം സത്യം, മറ്റും സർവം അശാശ്വതം. നശ്വരങ്ങളാണ്, നശ്വരങ്ങളിൽ താല്പര്യം കാണിക്കാണ്ടിരിക്കുക. ആനന്ദഗണമാം ആത്മാവ് അകതാരിങ്കൽ മിന്നവേ. ആനന്ദഗണം, എത്ര ആനന്ദം പറയാൻ വയ്യ. ആത്മാവിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ആനന്ദഗണമാം ആത്മാവ് അകതാരിങ്കൽ മിന്നവേ. അതോർക്കാതങ്ങുമിങ്ങോടി ഉയർത്തിയിടുന്നു വിഡ്ഢികളാണ്. ആലോചിക്കേണ്ടതിൽ ആനന്ദഗണമാം ആത്മാവകതാരിങ്കൽ മിന്നവേ. അത് പോരാ. എന്താ മേൽശാന്തി വിളക്ക് വയ്ക്കാൻ വൈകിയത്? എന്താ മുഴുവൻ വിളക്ക് വയ്ക്കാത്തത്? ഇതിൻ്റെ മുമ്പത്തെ മേൽശാന്തി നന്നായി വിളക്ക് വെച്ചിരുന്നു. ഓ, സന്തോഷം. അവരവരുടെ ഉള്ളിൽ മിന്നുന്ന ഒരു ഈശ്വരനുണ്ട് എന്നുള്ളത് ആർക്കും അറിയാണ്ട് പോയി. അവിടെയാണ് പ്രശ്നം.
ആനന്ദകനമാം ആത്മാവകതാരിങ്കൽ മിന്നവേ അതോർക്കാതങ്ങുമിങ്ങോടി വിയർത്തിടുന്നു വിഡ്ഢികൾ. മനുഷ്യജന്മം തിന്നാനും ധനസമ്പാദനത്തിനും. മനുഷ്യജന്മം എന്തിനാ? കുറേ തിന്നിയേ, കൊച്ചു കുടിക്കുക, ചൂത് കളിക്കുക, മധുപാനം ചെയ്യുക, സ്ത്രീ സേവ ചെയ്യുക. ചിലവർ പാട്ടൊക്കെ പാടുമ്പോൾ എന്തൊക്കെയാ ഗോഷ്ഠി കാണിക്കണത്, എങ്ങോട്ടാ തള്ളിമറിക്കണ്ടതെന്ന് അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിമറിക്കണു, എനിക്കറിയണില്ല. പാട്ടാണ് സത്യം. പക്ഷെ പാട്ടിനേക്കാൾ തള്ളിമറിക്കണേലാണ്. എവിടേക്കാ തള്ളേണ്ടത്, എന്തൊക്കെയാണ് അളക്കേണ്ടതെന്ന് അറിയണില്ല. ഭയങ്കര പരിതാപം തോന്നുകയാണ്. അപ്പോൾ മനുഷ്യജന്മം തിന്നാനും ധനസമ്പാദനത്തിനും ഇന്ദ്രിയാനുഭവത്തിനും മാത്രമല്ല, ഓർത്തുകൊള്ളണം. ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഈശ്വരോപാസനയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അതാരും പറയണില്ല, പറയണവരെ ഇഷ്ടമല്ല. ഭഗവത് ക്ഷേത്രങ്ങൾ, ഈശ്വരൻ്റെ ക്ഷേത്രങ്ങൾ പ്രദർശനം ചെയ്യാനാണ്, കയ്യ് വണങ്ങാനാണ്, കാത് ഭഗവത് കഥകൾ കേൾക്കാനാണ്, കണ്ണ് സജ്ജനങ്ങളെ കണ്ടു വണങ്ങാനുള്ളതാണ്. സജ്ജനങ്ങളെ കാണണ്ടേ? കണ്ണില്ലെങ്കിൽ എങ്ങനെ കാണുക? ഇതൊന്നും അറിയില്ല. അപ്പോൾ മനുഷ്യജന്മം തിന്നാനും ധനസമ്പാദനത്തിനും ഇന്ദ്രിയാനുഭവത്തിനും മാത്രമല്ല, ഓർത്തുകൊള്ളണം. അവിടെ നിർത്താം. എനിക്കിതേ പറയുള്ളൂ. അങ്ങനെയിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും എല്ലാവരുടെയും ഏകാഗ്രമായ പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും ആയിരിക്കട്ടെ. നമസ്കാരം. നാളെ കാണാം.